ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് മുമ്പ് കാണിച്ച ഒരു ആംപ്ലിഫയറിൻ്റെ വീഡിയോ തന്നെയാണ്. ഒരു 2.1 ആംപ്ലിഫയർ സൺബക്ക് കമ്പനീൻ്റെ, അതായത് ചൈനയിൽ നിന്ന് വരുന്നതാണ് ഈ ഒരു കമ്പനി ആംപ്ലിഫയർ. ഇവിടെ കേരളത്തിൽ വരുന്നത് ചൈനയിൽ നിന്നാണ് വരുന്നത്. ഇത് ഈ ഇന്ത്യൻ മേഡല്ല ഈ ഒരു ആംപ്ലിഫയർ. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ്, ഈ ആംപ്ലിഫയർ വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നതെന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഒരു റിമോട്ട്, പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഇതിൻ്റെ ആ ഒരു മാനുവലാണ്. ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ഒക്കെ പഠിക്കാനുള്ളൊരു മാനുവലാണ്. പിന്നെ ഇതിൻ്റെ റേഡിയോൻ്റെ ഒരു ആൻറ്റിനെ ഇട്ട് കൊടുക്കാനുള്ള ഒരു വയറും കിട്ടുന്നുണ്ട് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ കൂടെ. അല്ലാണ്ട് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ കൂടെ ഒപ്റ്റിക്കൽ കേബിളോ HDMI കേബിളോ ഒന്നും ഈ ഒരു ആംപ്ലിഫയറിൻ്റെ കൂടെ കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വാങ്ങിയവരൊക്കെ സംശയം അതിൻ്റെ കൂടെ HDMI കോഡ് ഉണ്ട് എന്നാണ്. അതാണ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ആ പേക്ക്, പുതിയ ഒരു ആംപ്ലിഫയറിൻ്റെ പേക്ക് പൊട്ടിച്ച് ഞാൻ കാണിച്ചു തന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് അങ്ങനെയുള്ളൊരു കോഡും കിട്ടുന്നില്ല. അതായത് വോക്സ് കോഡോ അതുപോലെ AV കോഡോ അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ കോഡ് HDMI കോഡ് അതൊന്നും ഈ ഒരു ആംപ്ലിഫയറിൻ്റെ കൂടെ കിട്ടുന്നില്ല, നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഈ ഒരു ആംപ്ലിഫയർ കമ്പനി ആംപ്ലിഫയർ ആയിട്ട് ഓരോരുത്തർ കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ഡനോണിൻ്റെ, മറൈൻസിൻ്റെ, അതുപോലെ തന്നെ സോണി, അതുപോലെ പൈനിയർ, യമഹേൻ്റെ ഒക്കെ ആംപ്ലിഫയർ ആയിട്ട് ഇത് കമ്പയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതും അതും തമ്മിൽ വിലയിൽ തന്നെ, അതായത് എല്ലാം കൊണ്ടും വ്യത്യാസമുണ്ട്. ഈ ഡനോൺ എന്നൊക്കെ പറയുന്ന ഒരു ബ്രാൻഡഡ് കമ്പനിയാണ്. അതുപോലെ തന്നെ യമഹ, അതുപോലെ പൈനിയർ, ഇതൊക്കെ ഒരു ബ്രാൻഡഡ് കമ്പനി ആംപ്ലിഫയറാണ്. ഇതും തമ്മിൽ കമ്പയർ ചെയ്ത് അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി കിട്ടുമോ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുക, അതായത് കോൾ ചെയ്ത് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെസ്സേജൊക്കെ അയച്ച് ചോദിക്കുന്നുണ്ട്. ഇതും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇത് 16 റുപ്യേൻ്റെ ഒക്കെ താഴെ വരുന്ന ഒരു ആംപ്ലിഫയർ, അതായത് 8000 റുപ്യേൻ്റെ താഴെ വരുന്ന ആംപ്ലിഫയറാണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 8000 റുപ്യേൻ്റെ ഒക്കെ താഴെയാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വില വരുന്നത്. അതുപോലെ തന്നെ അസംബ്ലിയുടെ ആംപ്ലിഫയർ, ഒരു 2.1 ആംപ്ലിഫയർ അസംബ്ലിയുടെ ഏകദേശം 15000 റുപ്യ വരും. അസംബ്ലിയുടെ ആംപ്ലിഫയർ ആയിട്ടും ഈ ഒരു ആംപ്ലിഫയർ കമ്പയർ ചെയ്ത് ഇതിപ്പോൾ മേലെ ഇരിക്കുന്ന ആ ഒരു ആംപ്ലിഫയറിന് ഏകദേശം 15000 റുപ്യ വില വരും. ഇതും തമ്മിൽ കമ്പയർ ചെയ്ത്, അത് അസംബ്ലിയുടെ ആംപ്ലിഫയറാണ്. അതുപോലെ തന്നെ ഒരു 5.1 ആംപ്ലിഫയർ നമ്മൾ അസംബിൾ ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല വാട്സിൽ നല്ല ക്വാളിറ്റി ഓഡിയോയിൽ അസംബിൾ ചെയ്തെടുക്കാൻ 20000 റുപ്യ, ഏകദേശം 20000 റുപ്യ വരും. ഒരു 2.1 ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു 15000 റുപ്യ, 12500 ആ റേഞ്ചിൽ ചെയ്യാം. പിന്നെ വാട്സ് കുറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അതിലും പൈസ കുറവിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ വിളിച്ച് ചോദിക്കുക നല്ല വാട്സുള്ള ആംപ്ലിഫയറാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഏകദേശം റേറ്റാണ് ഞാൻ ഈ പറയുന്നത്.